ചൈനയ്ക്ക് തായ്വാനിൻ്റെ മേൽ ഒരുപാട് പ്രഷർ ചൈന കൊടുക്കുന്നുണ്ട്. ചൈന പറയുന്നത് വെച്ചാൽ തായ്വാൻ ഞങ്ങളുടെ ടെറിട്ടറിയാണ്, ഞങ്ങളത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ട് തായ്വാൻ്റെ ചുറ്റുമൊക്കെ കുറച്ച് വാർ ഗെയിംസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ എന്താ പറയുക, വെള്ളത്തിലേക്ക് കുറച്ചൊന്ന് ഫയർ ചെയ്യുക, പിന്നെ നേവൽ ഷിപ്സ് അയക്കുക, പിന്നെ മിസൈൽസൊക്കെ അതിൻ്റെ മണ്ടയിൽ കൂടെ വിടുക, അങ്ങനത്തെ രീതിയിലൊക്കെ ഒരുപാട്, അതായത് ജെറ്റ് ഫൈറ്റേഴ്സ്, കോസ്റ്റ് ഗാർഡ് ഷിപ്സ് ഒക്കെ വിട്ടിട്ട് എൻസർക്കിൾ ചെയ്ത് ആ തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഒന്ന് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ കൈവയ്ക്കാം എന്നുള്ളത്. ഇപ്പം ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് ചൈന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വലിയൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രൊവോക്കേഷനൊക്കെ ഉണ്ടാകുന്നത് കാരണമുള്ളൊരു ഇഷ്യൂ എന്താണെന്നറിയോ, ഈ തായ്വാൻ എന്ന് പറയുന്ന കൺട്രിയിലാണ് ഈ TSMC എന്ന് പറയുന്ന കമ്പനി. ഈ TSMC എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്തെ 92% ഓഫ് സെമി കണ്ടക്ടർ ചിപ്സ്. ഏതൊക്കെ ഇൻഡസ്ട്രിയിലേക്കാണ് പോകുന്നത് നമുക്കറിയാം. കാർസ്, സ്മാർട്ട് ഫോൺസ്, മെഡിക്കൽ ഡിവൈസസ്, മിലിറ്ററി എക്യുപ്മെൻറ്റ്സിലൊക്കെ ഈ എന്താ പറയുക TSMCയുടെ പ്രോഡക്ട്സ് ആണ് അല്ലെങ്കിൽ ചിപ്സ് ആണ് ഏറ്റവും കൂടുതൽ 92%. ഞാൻ ഈ കാണുന്നത് കോവിഡിൻ്റെ ഇഷ്യൂ ഒന്നുമല്ല. സെമി കണ്ടക്ടർ ചിപ്പിൽ ഇഷ്യൂ വരികയാണെങ്കിൽ ഏതാണ്ട് GDPയിൽ വരാൻ പോണ, ഗ്ലോബൽ GDPയിൽ വരാൻ പോണ ഇമ്പാക്റ്റ് എത്രയെന്നറിയോ, $10 ട്രില്യൻ്റെയാണ്. 10%. അത്രയ്ക്ക് മാത്രം കാര്യങ്ങൾ ചിപ്പ് സെമി കണ്ടക്ടറായിട്ടുണ്ട്. അതുമല്ല ഇത് തായ്വാനിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. TSMC എന്ന് പറയുന്ന കമ്പനിയാണ് 92% ഓഫ് സെമി കണ്ടക്ടർ ചിപ്സ് ഞാൻ ചുറ്റും കാണുന്നത്. അപ്പോൾ മച്ച് ലാർജർ റിസ്ക് അവിടെയാണ് എന്നുള്ളത്. സോ അവിടെ ഒന്ന് വാച്ച് ചെയ്തോളണം എന്നുള്ളതാണ്. US-ൻ്റെ ഈ മിലിറ്ററി ആക്ഷൻ അഗെയിൻസ്റ്റ് വെനിസ്വേല ചൈന ഒരു ഒരു ഫോർഡറായിട്ട്, ഒരു ഇൻപുട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ, അത് തായ്വാൻ്റെ മേൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ദി ഇമ്പാക്ട് കുഡ് ബി മച്ച് മോർ ലാർജർ.